Hi friends, welcome to Arnu's Kitchen. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കലത്തപ്പം. അപ്പോൾ നല്ല സോഫ്റ്റ് കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നാണ് ഞാൻ ഇന്ന് വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അർണൂസ് കിച്ചൻ കാണുന്നതെങ്കിൽ അഥവാ ഇതുവരെ അർണൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. 2.5 ഗ്ലാസ് പച്ചരി തലേ ദിവസം കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഒരു 200 പച്ചരി ഉണ്ടാവും ഇത്. പിന്നെ ഒരു 150 ഗ്രാം ശർക്കരയും. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് 2 കളർ ശർക്കര ഉള്ളതുകൊണ്ട് ഞാൻ 2 ടൈപ്പ് എടുത്തത്. അപ്പോൾ കുറച്ചുകൂടി കറുത്തതായിരിക്കും നമുക്ക് കലത്തപ്പം നല്ല കളറ് കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ ശർക്കര ഉരുക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ബ്രൗൺ കളർ ശർക്കര ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം കലത്തപ്പത്തിന് നല്ല കളർ കിട്ടാനൊക്കെ അതായിരിക്കും കുറച്ചുകൂടി കാണാനൊക്കെ ഭംഗി ഉണ്ടാകുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് മെൽട്ടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഞാൻ പച്ചരി അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പച്ചരി അരക്കുമ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു 200 ഗ്രാം അതിലേക്കപ്പോൾ ഒരു 2 സ്പൂൺ ചോറും ഒരു 2.5 സ്പൂൺ തേങ്ങയും അതും കൂടി കൂട്ടിയിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നല്ല കട്ടി രൂപത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ശർക്കരയുടെ വെള്ളം കൂടി ഉണ്ടാകുമ്പോൾ അപ്പോൾ അധികം വെള്ളമായാലും നമ്മുടെ കലത്തപ്പം നല്ല സോഫ്റ്റായിട്ടും നല്ല പെർഫെക്റ്റായിട്ടും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിലേക്കൊരു 1/4 സ്പൂൺ ജീരകവും 2 ഏലക്കായും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ട് നല്ല തിക്കായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അരച്ചെടുക്കുന്ന ടൈമിനുള്ളിൽ നമ്മുടെ ശർക്കരയുടെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള എന്തെങ്കിലും അഴുക്കോ കച്ചറയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടുണ്ടാവും, ചൂടോടെ വേണം നമ്മൾ ശർക്കര ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുള്ള ശർക്കരയാണ്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാവ് ഇട്ടിട്ട് മാവ് ഇടുന്നതിനനുസരിച്ച് നമ്മളിത് മിക്സാക്കി കൊടുക്കണം. കാരണം ശർക്കരയുടെ ചൂട് ഒട്ടും തടയാൻ പാടില്ല. ആ ചൂട് തന്നെ നമ്മൾ മാവ് ഒഴിച്ചാലേ നമ്മുടെ കലത്തപ്പം പെർഫെക്റ്റായിട്ട് കിട്ടും. നല്ല ആരൊക്കെ വന്നേ നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുക്കറിലാണ് കലത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഓയിലൊക്കെ ആകുമ്പോൾ നമ്മുടെ കലത്തപ്പത്തിനൊരു വല്ലാതൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ചാൽ മതി. അതാകുമ്പോൾ നമ്മുടെ കലത്തപ്പത്തിന് കുറച്ചുകൂടി ടേസ്റ്റും കുറച്ചുകൂടി മണമൊക്കെ നല്ല രീതിയിലായി കിട്ടും. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കുകയാണ്. കുറച്ച് കൂടുതൽ തേങ്ങാക്കൊത്തിടുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞ് ചെറിയ ഉള്ളി, ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത്, സവാള ഇടാൻ പാടില്ല. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം.
ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഉള്ളിയൊക്കെ ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ കുക്കറിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി ചേർക്കുകയാണ്. ഞാൻ ഫുള്ളായിട്ട് ചേർക്കുന്നില്ല, കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുക്കർ നല്ല ചൂടുണ്ട്. നല്ല ചൂട് തന്നെ നമ്മൾ കുക്കറിൽ മാവ് ഒഴിക്കണം. ചൂടൊട്ടും കുറയാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഈ കുക്കറിനെ മൂടി വെക്കണം. ഇതിൻ്റെ വിസിൽ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് വേവിക്കാൻ വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പുറത്തേക്ക് നല്ല ആവിയൊക്കെ വരും. 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേവിച്ച ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് കൂടി വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ അത് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് അപ്പം വെന്തിനോ നമുക്ക് നോക്കാൻ ഒരു സ്റ്റിക്കോ എന്തെങ്കിലും എടുത്ത് കുത്തി നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് അതിൽ കുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നും ഒട്ടുന്നില്ല. നമ്മുടെ അപ്പം റെഡിയായെന്നാണ് അർത്ഥം. കണ്ടോ, നല്ല ബ്രൗൺ കളറായി, സൈഡൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെന്തോ നോക്കാം. അങ്ങനെ പെർഫെക്റ്റായിട്ട് നമ്മുടെ അപ്പമൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.